നമസ്കാരം. താൻ വളർന്ന പാർട്ടിക്കും നിയമ സംവിധാനങ്ങൾക്കും മീതെയാണ് താനെന്ന വ്യാമോഹത്തിൽ ഒളിവിലിരുന്ന് ഫേസ്ബുക്കിലൂടെ മാസ് ഡയലോഗും പരിഹാസവും ഇറക്കുന്ന അർജുൻ ആയിങ്കി എന്ന അന്തംകമ്മിയുടെ ധൈര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുന്ന ഈ മഹാനെതിരെ വീണ്ടും കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുകയും കലാപത്തിന് ശ്രമിക്കുകയും ചെയ്തതിന് ആലുവ സൈബർ പോലീസാണ് ഇയാൾക്കെതിരെ IT ആക്ട് 67 ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി പുതിയ കേസെടുത്തത്. ഇതിനു പുറമെ വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെയാണെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചതിന് കണ്ണൂർ DCC പ്രസിഡന്റിന്റെ പരാതിയിൽ കണ്ണൂർ സൈബർ പോലീസും കലാപാഹ്വാനത്തിന് കേസെടുത്തിട്ടുണ്ട്. കേരള പോലീസ് നാട് മുഴുവൻ തെരച്ചിൽ ഊർജിതമാക്കുമ്പോൾ ഒളിവിലിരുന്ന് കടലിലകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ പോലും പരിഹസിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പോസ്റ്റുകൾ ഇടാൻ ഇയാൾക്ക് യാതൊരു നാണമോ മടിയോ ഇല്ല. എന്നാൽ ഇതിനെയൊക്കെ പിന്നിലുള്ള ഇയാളുടെ ഒരേയൊരു വിചാരം CPM എന്ന പാർട്ടിക്ക് മുകളിൽ മറ്റാരുമില്ല എന്ന കൊഴുപ്പും അഹങ്കാരവുമാണ്. ഒരു കൊലയാളിക്കും കള്ളനും ക്രിമിനലിനും നാട്ടിൽ എന്ത് വിലയാണ് ചിലർ നൽകുന്നതെന്ന് നോക്കണം. പുതിയ തലമുറ പോലും ഇവരെ പോലെയുള്ള സൈബർ ക്രിമിനലുകളെ കണ്ട് ഇതാണ് വീരസ്യമെന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇവർക്ക് കുടപിടിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. നിയമത്തെയും പോലീസിനെയും ആഭ്യന്തരമന്ത്രിയും വരെ ഒളിവിലിരുന്ന് വെല്ലുവിളിക്കാൻ ഇയാൾ തന്റെ ഇടം കാട്ടുന്നുണ്ടെങ്കിൽ തനിക്കൊന്നും സംഭവിക്കില്ല എന്ന കടുത്ത അന്തംഗം വിശ്വാസമാണ് കാരണം. കഴിഞ്ഞ മെയ് മാസത്തിൽ സംഘടിത കുറ്റകൃത്യ ഗൂഢാലോചന കേസിൽ കോതമംഗലത്ത് വെച്ച് പിടികൂടുകയും 21 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങി പെൻഷൻ വാങ്ങി ശിഷ്ടകാലം ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പോലീസുകാരനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ ഹൈക്കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യം തള്ളിയതാണ്. നിലവിൽ 2 കേസുകളിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഇനി ആഭ്യന്തര വകുപ്പ് ഇയാളുടെ കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനം എടുക്കുക തന്നെ വേണം. അടിയന്തര സാഹചര്യമുണ്ടായാൽ വെടിവെക്കാൻ വരെ നിർദ്ദേശമുണ്ടെന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പോലും ഇയാൾ ഒളിവിലിരുന്ന് ഭീഷണി മുഴക്കുന്നത് ഈ നാടിന് തന്നെ നാണക്കേടാണ്. തന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന ഇയാളുടെ ഈ ഒരു വിശ്വാസവും അഹങ്കാരവും മാറ്റി കൊടുക്കേണ്ട ബാധ്യത സംസ്ഥാന ആഭ്യന്തര വകുപ്പിനുണ്ട്. ഒരു ക്രിമിനലിനെയും പാർട്ടിയുടെയോ മറ്റ് അനുകൂലികളുടെയോ തണലിൽ സുരക്ഷിതമായി വാഴാൻ അനുവദിക്കരുത്. ഇത്തരത്തിലുള്ള അന്തംകമ്മിത്തരവും ഗുണ്ടായിസവും കണ്ടു നിൽക്കാതെ അർജുൻ ആയിങ്കി എന്ന ഈ അഹങ്കാരിയെ എത്രയും വേഗം പൊക്കി അഴിയെണ്ണിച്ച് നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ ആരും വലിയവനില്ലെന്ന് തെളിയിക്കുക തന്നെ വേണമെന്നാണ് ജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്.